മഴ കനത്തതോടെ തലസ്ഥാന നഗരത്തിലെ മിക്കയിടങ്ങളും വെള്ളത്തിൽ നിറയുകയാണ്. വെള്ളക്കെട്ട് വലിയ പ്രശ്നങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയുള്ള 24 മണിക്കൂറിനകം മഴ ശക്തിപ്പെടും. മൺസൂൺ എത്തും എന്ന മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. പഴവങ്ങാടി, തിരുവനന്തപുരത്തെ പഴവങ്ങാടി, പട്ടം, തേക്കുംമൂട്, ഗൗരീശപട്ടം അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറുന്നു. തമ്പാനൂരിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടുകൂടി ഗതാഗതം തടസ്സപ്പെടുത്തുന്നു. ഗതാഗതം നിശ്ചലമാവുന്ന സാഹചര്യങ്ങളും ഉണ്ടായി. ഇരുചക്ര വാഹനങ്ങളും ബസ്സും കാറും ഒക്കെ പണിപ്പെട്ടാണ് വെള്ളത്തിൽ കൂടി പോകുന്നത്. തലസ്ഥാനത്ത് നേരത്തെ തന്നെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ അവതാളത്തിലായതോടുകൂടി ഓടയൊന്നും ക്ലീൻ ചെയ്യാൻ കഴിയാതെ പോയതൊക്കെ തന്നെ പ്രതിസന്ധി രൂക്ഷമാക്കിയിട്ടുണ്ട്. പല മേഖലയിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്ന സ്ഥിതി കൂടി വരികയാണ്. ആമയിഴഞ്ചാൻ തോടും കിള്ളിയാറും കരകവിഞ്ഞ് ഒഴുകുന്നു. ദുർഘടമായ അവസ്ഥയിലേക്കാണ് തലസ്ഥാന നഗരി പോകുന്നത്. ഇനി രാത്രി മുഴുവൻ മഴ പെയ്യുകയാണെങ്കിൽ പലയിടങ്ങളും വെള്ളത്തിൽ മുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയം കൂടിയായിരിക്കുന്നു. നഗരസഭ ഉണർന്ന് പ്രവർത്തിക്കണം. ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള എല്ലാ നടപടികളും ഒരുക്കണം. പല വീടുകളും കേടുപാടുകൾ സംഭവിച്ച വീടുകൾ ഈ തീരപ്രദേശങ്ങളിൽ അനവധിയുണ്ട്. ആ വീടുകളൊക്കെ തന്നെ തകരുന്ന അവസ്ഥയിലേക്കൊക്കെ പോകാം. മണ്ണിടിച്ചിൽ ഒക്കെ ഉണ്ടാകാം. ഈ ഗ്രാമീണ മേഖലകളിലും മലയോര പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ ജാഗ്രത വരും നിമിഷങ്ങളിൽ ഉണ്ടാകണം. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയിലും ശമിച്ചു നിന്ന മഴ വീണ്ടും തുടരുന്നു. കൊച്ചിയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആലപ്പുഴയിൽ ഇപ്പോൾ മുട്ടത്ത് ഗൃഹനാഥൻ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു എന്ന ഒരു ദാരുണമായൊരു സംഭവം കൂടി അറിയുകയാണ്. ആറാട്ടുകൊട്ടാരത്തിന് സമീപം താമസിക്കുന്ന ദിവാകരൻ 65 വയസ്സുകാരനാണ് മരണപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വെള്ളം പൊങ്ങുന്ന സാഹചര്യത്തിൽ ആളുകളൊക്കെ തന്നെ അതീവ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം. പകർച്ചവ്യാധികളൊക്കെ പിടിപെടാനുള്ള സാഹചര്യം കൂടി ഒരുങ്ങുന്നുണ്ട്. പഴവങ്ങാടിയിൽ നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്തപ്പോൾ അവിടെ ചത്ത എലികളൊക്കെ പൊങ്ങി വരുന്നു. അങ്ങനെ മലീമസമായ സാഹചര്യത്തിലേക്ക് പല ഇടങ്ങളും മാറുന്നുണ്ട്. അതീവ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം. തലസ്ഥാന നഗരത്തിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ തേടാം. തലസ്ഥാന നഗരത്തിലേക്ക് വരാം. കൊച്ചിയിലെ സാഹചര്യം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ശ്യാം പ്രസാദ് ഉത്തമനുണ്ട്. ശ്യാം, നേരത്തെ കൊച്ചി കളമശ്ശേരി പ്രദേശത്തൊക്കെ വെള്ളം കയറുന്നു എന്ന വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ശാന്തിപുരം കോളനിയിലൊക്കെ സ്ഥിതി ഗുരുതരമാണ്, ദയനീയമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതൊക്കെ മേഖലയിൽ ഇപ്പോൾ മഴ കനക്കുന്നുണ്ട്? കനത്ത മഴയിൽ കാക്കനാട് പടമുകളിൽ വീടിൻ്റെ ചുറ്റുമതിൽ തകർന്നു എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാർ താഴേക്ക് പതിക്കുകയായിരുന്നു. ശ്യാം, എന്തൊക്കെയാണ് ഇപ്പോൾ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ? പ്രതീക്ഷ രാവിലെ മുതൽ ഒരു മൂടിക്കിയ കാലാവസ്ഥയായിരുന്നു കൊച്ചിയിലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് ശേഷം ഒരു കനത്ത മഴയിലേക്ക് കൊച്ചി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഒരു 3 മണിക്ക് തുടങ്ങിയ മഴ ഇപ്പം തുടരുകയാണ്. ഇത് ഇങ്ങനെ തുടരുകയാണ് എങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ടിലേക്ക് കൊച്ചി മാറും. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിലെ വെള്ളക്കെട്ട് നാം കണ്ടതാണ്. അത്രയേറെ വലിയൊരു വെള്ളക്കെട്ട് അനുഭവിക്കാനുള്ള ഒരു ശേഷി നിലവിൽ കൊച്ചിക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു മഴ അത് മേഘവിസ്ഫോടനമാണ് എന്നൊക്കെയാണ് ബന്ധപ്പെട്ട കാലാവസ്ഥാ അധികൃതർ പങ്കുവച്ചത്. അത്തരത്തിൽ വലിയ രീതിയിൽ ശക്തമായൊരു മഴയാണ് നമുക്ക് കാണാൻ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് സ്റ്റേഡിയം റോഡാണ്. ഈ റോഡിൽ ഉൾപ്പെടെ വെള്ളം കയറിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. മറ്റ് ഇടങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കാക്കനാട് ഒരു വീടിൻ്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു പോവുകയും തുടർന്ന് അവിടെ പാർക്ക് ചെയ്തിരുന്ന കാറ് താഴത്തേക്ക് വീഴുകയും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യം കാണാം. പലരും വന്നിട്ട് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ ആണ്. കാരണം വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ട് റോഡിൽ ഉൾപ്പെടെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ശക്തമായൊരു മഴ തന്നെയാണ് ഇപ്പോൾ കൊച്ചിയിൽ തുടരുന്നത്. അത് പല വീടുകളും മുങ്ങാൻ ഇടയാകും. കാരണം കഴിഞ്ഞ ദിവസം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കളമശ്ശേരിയിൽ വെള്ളം കയറുന്നു. മൂലേപ്പാടത്ത് വീണ്ടും വെള്ളം കയറി. തമ്പനം ശാന്തിപുരം കോളനിയിലും വെള്ളം കയറുന്നു. പുത്തൻകുരിശ് കോലഞ്ചേരി ഭാഗത്തും അങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെടുകയാണ്. അത്യന്തം ദുഷ്കരമായ വാർത്തകളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. കനത്ത മഴയിൽ കാക്കനാട് പടമുകളിൽ വീടിൻ്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു. മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാർ താഴേക്ക് പതിച്ച കാഴ്ചയും കണ്ടു. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളക്കെട്ടിലാണ്.
അതീവ ദുഷ്കരമായ സാഹചര്യത്തിലേക്ക് പോകുന്നു. രാവിലെയൊക്കെ തന്നെ മഴ ശമിച്ചു എന്നാണ് കൊച്ചിയെ സംബന്ധിച്ചോളം അത് ഒരു ആശ്വാസമായി മാറിയിരുന്നു. പക്ഷേ വീണ്ടും മഴ അവിടെ കനക്കുന്നുണ്ട്. നേരത്തെ തന്നെ പെയ്ത മഴയിൽ, വേനൽ മഴയിലൊക്കെ തന്നെ വെള്ളക്കെട്ട് പലയിടങ്ങളിലും, താഴ്ന്ന പ്രദേശങ്ങൾ, നഗരത്തിൽ കാനകളൊക്കെ തന്നെ ശുദ്ധീകരിക്കാത്തത് മൂലം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് വെള്ളക്കെട്ട് അതീവ ദുഷ്കരമായിരുന്നു. ഇപ്പോൾ കൊച്ചിയിൽ അങ്ങനെ മഴ വീണ്ടും പെയ്തുകൊണ്ടേയിരിക്കുന്നു. കനത്ത മഴ പലയിടങ്ങളിലും ദുഷ്കരമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. കൊച്ചിയിലും നേരത്തെ നമ്മൾ കണ്ടത് തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിൻ്റെ ദുരിത കാഴ്ചകളായിരുന്നു.